ഗൈസ് ചട്ടി പൊട്ടി ഗൈസ് ചൂടാതെ ഗൈസ് 1/2 കിലോ ബീഫാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചെങ്കിൽ ഇത് വേവത്തുള്ളൂ. ഇപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കൊച്ചുള്ളിയും സവാളയും കൂടെ ചേർക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത ആഴ്ച ക്രിസ്മസ് ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1/2 കിലോ ബീഫാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവ, ഒരു 5 പച്ചമുളക് കീറിയത്. ഇതാണ് നമ്മുടെ മെയിൻ സീക്രട്ട് ആയിട്ടുള്ളത്. നല്ല ഒരു ബൗള് കൊച്ചുള്ളി എടുത്ത് പൊളിച്ച് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടെ. 1/2 കിലോ ബീഫാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കൂടുതൽ, ഇപ്പം സവാള ഇല്ലെങ്കിലും ഒരു ബൗള് കൊച്ചുള്ളി ആയാലും നല്ലതാണ്. പിന്നെ വറുക്കാൻ ആവശ്യമായിട്ട് തേങ്ങ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ കുരുമുളക്, ഇത് മസാല പൊടിച്ചത്, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനമാണ് ഞാനിവിടെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ വെളിയിൽ വെച്ചാണ് ചെയ്യുന്നത്. അത് കാണാനായിട്ട് എൻ്റെ മോനും എൻ്റെ ടോബിയും അവിടെ ഇരിപ്പുണ്ട്. ടോബി ഞങ്ങളോട് കയറുക, ഞങ്ങൾ പിടിച്ച് കൂട്ടിലിട്ടു. അതിൻ്റെ കെറുവിൽ തിരിഞ്ഞിരിക്കുമോ. അപ്പം അടുപ്പെല്ലാം കത്തിച്ചു. ഞാൻ ചട്ടി എടുത്ത് അടുപ്പയിലോട്ട് വെച്ച് ഒന്ന് ചൂടാവട്ടെ. കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ അടുപ്പിൽ വെളിയിൽ ഇത് കണക്ക് പാചകം ചെയ്യുന്നത്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അന്തരീക്ഷമാണ്. നമുക്കിങ്ങനെ പാചകം ചെയ്യാൻ നല്ലൊരു ഫീലിംഗ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഉച്ചയായിട്ടും നല്ല ചൂടുണ്ട്. അപ്പോൾ ഇച്ചിരി വെയിലൊക്കെ കുറഞ്ഞൊരു സമയത്താണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇനി ചട്ടി ചൂടായി വരാൻ കുറേ സമയം എടുക്കും. നല്ല തീയുണ്ട്. നമ്മൾ ചട്ടി അടപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ചട്ടി പൊട്ടിത്തെറിച്ച് വെളിച്ചെണ്ണ പോണത്. അതേ കണക്ക് എനിക്കും ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് ചട്ടി പൊട്ടിത്തെറിച്ചു. ഇനി അടുത്ത ചട്ടി ഞാൻ എടുത്ത് അടപ്പിലോട്ട് വെക്കണം. എൻ്റെ വെളിച്ചെണ്ണയെല്ലാം പോയി. ദാണ്ട കഷ്ണം കിടക്കുന്ന കണ്ടോ. ഗൈസ് ചട്ടി പൊട്ടി ഗൈസ് ചൂടാതെ ഗൈസ് അൾട്ട് പറ്റി അത് ദോ ഇരിക്കുന്നു. കണ്ടത് ചട്ടിപ്പൊട്ടിപ്പോയി. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേക്ക് ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. ചട്ടി ഇങ്ങനെ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു കിഴുത്ത കണക്ക് കണ്ടായിരുന്നു. അപ്പം ആ ഭാഗം തന്നെ പൊട്ടിയത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച സമയത്ത് അത് പൊട്ടിയത്. പിന്നെ ഞാൻ അടുത്ത ചട്ടി എടുത്ത് അടപ്പയിലോട്ട് വെച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ കാര്യം എന്തുവാകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇതൊക്കെ പൊട്ടുന്നത്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് മാറ്റാം. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏറെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച ചട്ടിയാണ് ഇതുകൊണ്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഉലുവ കുഞ്ഞുങ്ങളെ ഇതിനകത്തോട്ട് ഇടുക. ഉലുവ ഒന്ന് ബ്രൗൺ കളറാവണം. അപ്പം നമ്മുടെ ഉലുവ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന കോക്കനട്ട് ചേർക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങ, ആ ഉലുവയുടെയും തേങ്ങ വറുക്കുന്നതിൻ്റെയും നല്ല മണമുണ്ട്. ഇതൊരു ഗോൾഡൻ കളറാവണേ. നല്ല ഉണക്ക തേങ്ങ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ബ്രൗൺ കളറാവുന്നത്. അപ്പോൾ തേങ്ങ ഒരുവിധം പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന കൊച്ചുള്ളിയും സവാളയും കൂടെ ചേർക്കാം.
കറിവേപ്പില ഇടാം. ഇതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക്, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇടാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇടാം. കുറച്ച് ഉപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അടിക്ക് പിടിക്കരുത്. തീ കുറച്ചേക്കണം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊന്നും ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ പഴയകാല ആളുകൾക്കൊക്കെ നമ്മളെയൊക്കെ കളിയാക്കും. 2 കിഡ്സും 90 കിഡ്സും എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കളിയാക്കും. പക്ഷേ അവർക്കൊന്നും ഇതറിയത്തില്ല, 2 കിഡ്സുകാർക്ക്. ഇത് ഏകദേശം വാടി നല്ല പരുവത്തിൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട്. നമുക്കിതിനകത്തോട്ട് പൊടി വകകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇളക്കി കൊടുക്കാം. ഇരിക്കുക. ഇത് നമ്മുടെ 1/2 കിലോ ബീഫാണ്. ഇതിനകത്ത് എല്ലുണ്ട്, നല്ല നെയ്യുണ്ട്, പിന്നെ മാംസം അത്യാവശ്യത്തിന്. ഇപ്പോൾ ഇത് ഞാൻ ഇതിനകത്തോട്ട് തട്ടിയിടുകയാണ്. ഇനി ഇളക്കി കൊടുക്കാം നല്ലത്. ഇതിനകത്ത് മസാല ഇട്ടിട്ടില്ല, മസാലയും കൂടി ഇടണം. നമുക്ക് യോജിപ്പിക്കാം. ഇത് നല്ല കളറായിട്ടുണ്ട്, നല്ല മണമുണ്ട്. വെളിയിൽ വെച്ചാണ് വേവിക്കുന്നത്. നല്ല മണമുണ്ട്. തീയൊക്കെ കുറച്ച് വെച്ചേക്കുവാന്നേ. തീ ഇച്ചിരി കൂടുതലായാലും ഇത് കരിഞ്ഞു പോകും. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ച് ഇതിനകത്ത് ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കണം. നമ്മൾ മറ്റേത് കുക്കറിനകത്തല്ലേ നമ്മൾ ബീഫൊക്കെ വേവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒന്ന് വേവിച്ച് നോക്കണം. എടുത്ത് വെച്ചേക്കുന്ന മസാല തട്ടിയിടാം. ലാസ്റ്റിൽ കുരുമുളക് തട്ടാം. ഇപ്പോൾ ഇത് ഒന്ന് നെയ്യൊക്കെ ഇറങ്ങണം കണ്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചെങ്കിൽ ഇത് വേവത്തുള്ളൂ. ഈ ഇറച്ചിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം നമ്മുടെ ബീഫ് നല്ലതോടെ മസാലയൊക്കെ പുരണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വാഴയില വെച്ച് മൂടിയാണ് വേവിക്കുന്നത്. രാവിലെ ചക്കയൊക്കെ വീണിട്ടുണ്ട് ഗൈസ്, കണ്ടോ, നല്ല വെള്ളവരിക്കയാണ്. ഇനി നമുക്ക് വാഴയില വെച്ച് മൂടാം കേട്ടോ. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം കേട്ടോ. തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ നല്ല മണമുണ്ട്. ഇങ്ങനെ വേവട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇരിക്കട്ടെ. അടിപൊളി. ഒന്നും ആയില്ല. ഇതൊക്കെ നല്ലതുപോലെ ചട്ടിയിലിരുന്ന് തന്നെ വെന്ത് നല്ല പരുവാവണം. നല്ല മണമുണ്ടല്ലേ. ആ സൂര്യനൊക്കെ നേരിട്ട് ഇറച്ചിയിലോട്ടങ്ങ് അടിക്കും. നോക്കി. നമുക്കിനി കുറച്ചുകൂടെ അടച്ച് വയ്ക്കാം. ഉള്ളിയൊന്നും ഒന്നും ആയിട്ടില്ല, പല ഭാഗത്തിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ.
ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം ഒന്നും കൂടെ. കറി ഒന്നും ആയില്ല, ബീഫല്ലേ. എല്ലൊക്കെ കണ്ടോ കണ്ടോ. കുറേയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ലാസ്റ്റിൽ 1 സ്പൂൺ കുരുമുളക് പൊടി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആ കുരുമുളകിൻ്റെയും ആ മസാലയുടെയൊക്കെ നല്ല മണമുണ്ട്. അത് വെളിയിലും കൂടെ ആകുമ്പോഴത്തേക്ക് കാറ്റടിച്ചപ്പോഴത്തേക്ക് അതിങ്ങനെ ഒഴുകി ഒഴുകി അങ്ങ് പോവുക ആ മണം. തീ കുറച്ചിടാം. ഒന്നും ആയില്ല, എന്നാലും തീ ഇച്ചിരി കുറച്ചിട്ടേക്കാം. അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ബീഫ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ ബീഫ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് കറി കുരുമുളക് ഇട്ടത് നല്ല റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് കപ്പ ദാണ്ട ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ആഹാ. നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ തിന്നുന്നതിനും വേണം ഒരു ഭാഗ്യം. അതെ 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 രതീഷ്. നമ്മുടെ അമ്മയൊക്കെ തിന്നുന്ന കാണിച്ചു തരാം.